ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗിന് പകരം ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇൻഡോ ചൈനീസ് രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അത്യാവശ്യം 2 പേർക്ക് സെർവ് ചെയ്യാൻ ഈ റൈസ് മതിയാകും. 30 മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം റൈസ് പാകം ചെയ്യാൻ 1 ലിറ്റർ വെള്ളം തിളക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സോക്ക് ചെയ്തു വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് 80% വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഈ റൈസ് ഒരിക്കലും ഓവർ കുക്ക്ഡ് ആകാൻ പാടില്ല. റൈസ് ഊറ്റിയെടുത്ത് 2 മിനിറ്റ് ഡ്രെയിൻ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ താലം പോലെയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ 2 പ്ലേറ്റിലായിട്ട് റൈസ് ചേർത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ചൂട് പോകാൻ വേണ്ടി ഫാനിന് താഴെ വെച്ച് റൈസ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും നല്ലത് തലേന്ന് റൈസ് ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഞാനിവിടെ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും ചേർത്ത് ഇളക്കി കൊടുത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കടായിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. അതിനായി 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനിയുള്ള എല്ലാ ചേരുവകൾ തയ്യാറാക്കിയെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായി സോട്ടായി വരുമ്പോൾ 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും, 1/4 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തതും, 1/4 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് 1 മിനിറ്റ് സോട്ട് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ചെറുതായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ്, 1/2 ടീസ്പൂൺ ഷുഗർ. ഇത്രയും ചേരുവകൾ ചേർത്ത് കൊടുത്ത് നന്നായി ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ റൈസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള റൈസും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസും മസാലയും എല്ലാം ചേർന്ന് വന്ന് കിട്ടും. ഇപ്പോൾ റൈസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. റൈസ് ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ റൈസ് ഒന്നും പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഈ റെസിപ്പി വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഫ്രൈഡ് റൈസ് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.